ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് കുറച്ച് കൂടുതൽ ഓർഡർ കിട്ടുമ്പോൾ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടത്, എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു നല്ലൊരു റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓർഡറൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് എനിക്ക് കുറച്ച് കൂടുതൽ തന്നെ കുഞ്ഞു കൽത്തപ്പം ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നല്ല പണിയാണ് കേട്ടോ. ചെറിയ പണിയൊന്നുമല്ല, ഒരുപാട് അരച്ച് റെഡിയാക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ രാവിലെ എണീച്ച് അരിയെല്ലാം അരച്ച് റെഡിയാക്കി. പിന്നെ നമ്മളിതാ കൽമാസിനുള്ള മാവെല്ലാം കുഴച്ച് ബോൾസാക്കി വെച്ചതാണ്. അപ്പോൾ അത് ഇതുപോലെ ഷേപ്പാക്കിയ ശേഷം ഞാനിത് ഈ ഒരു പ്രസ്സിലിട്ട് ഒന്ന് പരത്തിയെടുക്കാമെന്ന്. ഇതാകുമ്പോൾ നല്ല നമ്മുടെ കയ്യിൻ്റെ ആ ഒരു അളവിന് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളാം. ഇത് സെയിൽ ചെയ്യുന്നവർക്കെല്ലാം ഒന്നുകൂടെ യൂസ് ആകും. കാരണം നമ്മൾ ഓരോന്നെടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് പരത്താന്ന് പറഞ്ഞാൽ നല്ല വേദന എടുക്കും കൈ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതാണ്. പിന്നെ ഇതിൻ്റെ ഒന്നും ലിങ്കും കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാല, ഈ ഒരു മസാലയൊക്കെ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേറെ വീഡിയോ. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഞാൻ എൻ്റെ സ്ക്രീനിലും ഇതിൻ്റെ വീഡിയോസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൽമാസിന് ഉള്ള മസാല എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മസാലയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മസാലയിട്ട് നല്ലോണം ഷേപ്പാക്കി എടുക്കുക. ഈ ഒരു ഷേപ്പ് അറിയാമല്ലോ എല്ലാവർക്കും, നമ്മുടെ ഉന്നക്കായൻ്റെ ഷേപ്പാണ് കേട്ടോ. ഇനി ഇത് നല്ലൊരു ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഇതാ കൈയിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഷേപ്പായിട്ട് കിട്ടും. ഈ ഒരു ഷേപ്പായില്ലെങ്കിൽ നമ്മൾ ഈ കൽമാസ് കാണാൻ ഒരു ഭംഗി ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പിലാണ്, നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഈ ഒരു മാവുണ്ടല്ലോ, മാവ് നന്നായി പെർഫെക്റ്റ് ആയില്ലെങ്കിൽ അത് വേവിച്ച് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗം ഭയങ്കര ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആയെങ്കിലും കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടായില്ല. പിന്നെ ഇതിൽ ഫില്ലിങ്ങിലും മാത്രമല്ല, നമ്മൾ ഇത് അരച്ച് അരിയൊക്കെ റെഡിയാക്കുന്ന സമയത്തൊക്കെ അതിലെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഓരോന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വേറെ കാര്യം, നമ്മൾക്കൊരു ഓൺലൈൻ ക്ലാസ് തുടങ്ങിയാലോ എന്നുള്ള ഒരു ആലോചനയിലുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഒന്ന് പേഴ്സണൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത് സെയിം ഐഡിയ തന്നെ, ഹനാസ് കിച്ചൺ എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒരു മെസ്സേജ് കൂടി ചെയ്യുക. നമ്മൾക്കൊരു ഓൺലൈൻ ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഇറച്ചിപ്പത്തിരിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ പച്ചമുളക് ചതച്ചിട്ട് എന്ന് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ മുമ്പ് വേറൊരു ഇറച്ചിപ്പത്തിരിൻ്റെ തന്നെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചിക്കൻ വെച്ചിട്ടാണ്. ഇത് ബീഫ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ മറ്റേതിനേക്കാളും. അപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം മുളക് ചതച്ചതാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ഞാനിവിടെ എല്ലാം ചതച്ച് വെച്ചതുകൊണ്ട് തന്നെയാണ് ഇവിടെ ടേബിൾ സ്പൂണായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിലോട്ട് സവാള ഇട്ട് കൊടുത്തു. സവാള ഞാൻ വഴറ്റിയിട്ടാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ ആ സവാള എല്ലാം വഴറ്റി റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ, ഇതെന്നല്ല ഏതുണ്ടാക്കാനും കുറച്ചും കൂടെ ഈസി ആവും. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് ടിപ്സോട് കൂടിയിട്ടായിരിക്കും കേട്ടോ ഞാൻ ഓരോ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞു തന്നേയുള്ളൂ. അപ്പോൾ ഇതാ ഇത് ഇങ്ങനെ വഴറ്റി എടുത്തതിന് ശേഷം നല്ലോണം വഴന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇനി പണിയില്ല. അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ച ബീഫ് ഇടാം. അപ്പോൾ ബീഫിലോട്ട് ഞാൻ മസാലയൊക്കെ ചേർത്തിട്ട് ഉടച്ച് വെച്ചതാണ് കേട്ടോ. മുളക്, മഞ്ഞൾ, മല്ലി, പിന്നെ കുറച്ച് വിനീഗറും കൂടി ചേർത്തിട്ടാണ് ബീഫ് വേവിച്ചെടുത്തത്. അത് ഇതിലോട്ട് ചേർത്ത് നല്ലോണം ഉടച്ച് കൈ കൊണ്ട് കുത്തി ഉടച്ചതാണ്, മിക്സിയിലിട്ട് പൊടിച്ചതല്ല. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല വ്യത്യാസം വരും. അതിന് ഇതിലോട്ട് ഇട്ട് നന്നായി മിക്സാക്കിയ ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് ക്യാരറ്റാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 2-3 ക്യാരറ്റ് മതി. ഇത് 1 കിലോ ബീഫുണ്ട്. അതിലോട്ട് ഒരു 3 ക്യാരറ്റ്, നോർമൽ മീഡിയം സൈസുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് പൊടിച്ചിട്ട് ചേർത്തത്. അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നല്ല റെഡിയാക്കി എടുക്കണം. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്ന നമ്മുടെ മെയിനായിട്ടുള്ള ഒരു സാധനമാണ് ഗരം മസാല. ഗരം മസാല ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഓരോ റെസിപ്പി കാണുമ്പോൾ അതിലേക്ക് കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഗരം മസാല ഞാൻ ഇതിലേക്ക് യൂസ് ആക്കിയിട്ടുണ്ട്. നമ്മൾ എന്ത് സ്നാക്ക് ഉണ്ടാക്കുന്നെങ്കിലും അതിന് ടേസ്റ്റ് ഇല്ലയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗരം മസാല ഇട്ടാൽ മതി കേട്ടോ. അടിപൊളി ടേസ്റ്റായിരിക്കും.
ബീഫ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇതൊക്കെ ഇട്ട് നന്നായി മിക്സാക്കിയ ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ ബീഫിലോട്ടും പിടിക്കും, നമ്മുടെ മസാലയ്ക്കും നന്നായിട്ട് പിടിച്ച് അത് നല്ല മിക്സായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നന്നായി മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ കുഞ്ഞിക്കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രാവിലെ 9 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഉച്ച ആവും കേട്ടോ ഇത് തീരാൻ. കുറച്ച് കൂടുതൽ പണിയുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് ചില ഒരു ഇതിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കേണ്ടി വരുന്നു. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഞാൻ അധികം ഇതിൻ്റെ ഓർഡർ അങ്ങനെ എടുക്കാറില്ല, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഇതിലോട്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നത്. ലാസ്റ്റ് എല്ലാം റെഡിയാക്കി ഓഫാക്കിയ സമയത്ത് കുരുമുളക് പൊടിയും ഗരം മസാലയും ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പച്ചമുളകും കുരുമുളകും പൊടിയും ആണ് കേട്ടോ ഞാനിതിൽ ചേർത്തത്. നമ്മുടെ ഗരം മസാല 2 ടീസ്പൂണാണ് ചേർത്തത്. ഈ ഒരു ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും നല്ല ഫ്ലേവറായിരിക്കും. പിന്നെ നമ്മൾ മുളക് പൊടി ബീഫ് വേവിക്കുന്ന സമയത്ത് ആ ഒരു ടൈമിലിട്ടത് മാത്രം നമ്മുടെ മസാലയിൽ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നന്നായി മിക്സാക്കിയ ശേഷം ഇതുപോലെ നന്നായിട്ട് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമ്മുടെ കുഞ്ഞിക്കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി അത് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ അതും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതെടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഞാൻ വെക്കുന്നത് ഇതാ കണ്ടില്ലേ, നമ്മുടെ ദോശക്കല്ലുണ്ടല്ലോ അതിലിട്ടാണ് കേട്ടോ. ഈ ഒരു ദോശക്കല്ലിന് എന്നും ഓയിലിൻ്റെ ആ ഒരു ഇതുണ്ടെങ്കിൽ നന്നായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ സ്നാക്കെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു കല്ലിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ഓയിലും പിടിക്കും. അങ്ങനെ കുറച്ച് ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ടിപ്സ് ഉണ്ടാവും നമ്മുടെ ക്ലാസ്സിലും. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവർ മെസ്സേജ് ചെയ്യാം. വളരെ കുറഞ്ഞ ഫീസിലായിരിക്കും കേട്ടോ ക്ലാസ് നടക്കുക. കൽമാസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിതിന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ഇറച്ചിപ്പത്തിരിയുടെ മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ കൽമാസിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇടാം കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്ത് വയ്ക്കും. ഇറച്ചിപ്പത്തിരിയുടെ മാവ് കുഴക്കാൻ ഞാനിതാ മൈദ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ മൈദ എടുത്തിട്ടുണ്ട്. ഇതൊരു 50 പീസിൻ്റെ മാവാണ് കേട്ടോ. അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഇതാ നെയ്യാണ് ചേർക്കുന്നത്. ഇതിൽ ഞാനിപ്പോൾ 40 ml നെയ്യ് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇത് ഞാനിവിടെ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. നെയ്യോ ഓയിൽ ചേർക്കുമ്പോൾ ഈ ഒരു മാവിന് നല്ലൊരു ക്രിസ്പി ഉണ്ടാവും. അപ്പോൾ അത് ചേർക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇത് മസ്റ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എത്തണം. അപ്പോൾ ഇത് കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ മിക്സാക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് നിർത്താൻ പാടില്ല. ഇതിങ്ങനെ മിക്സാക്കി റബ്ബ് ചെയ്യുന്ന പോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിട്ട് കിട്ടണം. നമ്മളിത് നെയ്യ് മുകളിൽ മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം ഒരു കട്ടയായിട്ട് നിൽക്കും. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സാക്കി കുറച്ച് കൂടുതൽ സമയം തന്നെ മിക്സാക്കി എടുക്കും. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. ചിലവർ ഇതിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ചാൽ തന്നെ ആ ഒരു രീതിയിൽ കിട്ടുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് നന്നായി കുഴച്ച ശേഷം ഇതുപോലെ ബോൾസാക്കി വെക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കേണ്ട സമയത്ത് ഇതുപോലെ ബോൾസാക്കി റെഡിയാക്കി എണ്ണ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് തെറ്റാനില്ല. കറക്റ്റ് അത്രയും പീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം പരത്തി റെഡിയാക്കി എടുക്കാം. നല്ല തിന്നാക്കിയിട്ട് ഒരുപാട് തിന്നാക്കേണ്ടതല്ല, ചെറിയൊരു തരിയിൽ ആ രീതിയിലാണ് കേട്ടോ ഞാൻ പരത്തി. നല്ലോണം തിന്നാക്കുന്നതല്ല. അപ്പോൾ അത് ഈ ഒരു വലുപ്പത്തിൽ പരത്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ നമ്മൾ മസാലയൊക്കെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ചെയ്യാനുണ്ടാവും. ഒന്നിച്ച് അങ്ങനെ പരത്തിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഇത് ഒന്നുകൂടി ഈസിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മസാല നടുഭാഗത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് അടുത്ത ഷീറ്റും വെച്ച് ഒന്ന് സൈഡെല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡ് നന്നായിട്ട് ഒട്ടി കിട്ടണം.
അപ്പോൾ സൈഡെല്ലാം ഇതുപോലെ കൈകൊണ്ട് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മളിത് മടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഓയിലിടുന്ന സമയത്ത് അത് ഇളകിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം ഇത് ഓരോന്ന് വലിച്ച് മടക്കി എടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു പ്രാക്ടീസാണ് കേട്ടോ. നമ്മൾ എത്രമാത്രം ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് നമ്മളെ സ്കില്ല് കൂടുന്നറിയുന്നല്ലോ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മടക്കിയിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്യാം. ഇറച്ചിപ്പത്തിരിയെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയതിന് ശേഷം കൂടുതൽ സമയം വെക്കണ്ട കേട്ടോ. അത് ഡ്രൈ ആയിട്ട് അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം, ഓവറാക്കേണ്ട. അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ സൈഡെല്ലാം ഭയങ്കര ഹാർഡാവും. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ക്രിസ്പിയും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.